തലവേദനയുമായി തിരുവമ്പാടി പട്ടാമ്പി സീറ്റ് വെച്ചുമാറ്റവും തവനൂരിലെ സ്ഥാനാർത്ഥി നിർണയവും. തിരുവമ്പാടി കോൺഗ്രസിന് നൽകാൻ മുസ്ലിം ലീഗ് സന്നദ്ധരാണെങ്കിലും പട്ടാമ്പി ലീഗിന് നൽകാൻ പ്രാദേശിക പ്രവർത്തകരുടെ എതിർപ്പ് കാരണം കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. സീറ്റ് വെച്ചുമാറ്റം നടന്നാൽ മലപ്പുറം DCC അധ്യക്ഷൻ VS ജോയി അവിടെ UDF സ്ഥാനാർത്ഥിയാകും, അല്ലെങ്കിൽ VS ജോയി തവനൂരാകും മത്സരിക്കുക. അപ്പോഴും തവനൂരിലേക്ക് പരിഗണിച്ച സന്ദീപ് വാര്യർ, PT അജയ് മോഹൻ എന്നിവരെ എങ്ങനെ സമാശ്വസിപ്പിക്കുമെന്നത് കോൺഗ്രസ് തലവേദനയാകും. CV അനുമോദ് ഉണ്ട്. അനുമോദ്, നമുക്കറിയാം ഒരുപാട് അനുകൂല സാഹചര്യങ്ങൾ UDFന് സംസ്ഥാനത്തുണ്ട്. പക്ഷേ അപ്പോഴും പല ജില്ലകളിലും ഈ പ്രശ്നങ്ങളുണ്ട്. MP മാർ മത്സരിക്കാതിരിക്കുന്നു, സീറ്റ് നിർണ്ണയവുമായി ബന്ധപ്പെട്ട തലവേദന. ഇതൊന്നും കോൺഗ്രസിൽ പുത്തരിയല്ല എങ്കിൽ പോലും പുതിയ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിലും ഇത്തരം പ്രശ്നങ്ങൾ കോൺഗ്രസിനെ ബാധിക്കുന്നു എന്നുള്ളത് ഒരു വിഷയമാണ്. രഞ്ജിത്ത്, ലീഗും കോൺഗ്രസും മത്സരിച്ച് തോറ്റ സീറ്റുകളാണ് കൈമാറുന്നത്. എന്നിട്ടും അവിടെയാണ് ഇവർക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യം എന്നുള്ളതാണ്. UDFന്റെ സിറ്റിംഗ് സീറ്റല്ല ഈ മൂന്നെണ്ണവും. അതായത് ഈ തവനൂരിലും തിരുവമ്പാടിയും പട്ടാമ്പിയും മൂന്നും UDFന്റെ സിറ്റിംഗ് സീറ്റല്ല. ആ തിരുവമ്പാടിയും പട്ടാമ്പിയും തമ്മിലുള്ള മാറ്റം എന്നിട്ടും ഇവർക്ക് UDFിലെ കോൺഗ്രസിലെ പട്ടാമ്പിയിലെ പ്രാദേശിക നേതൃത്വത്തിന്റെ സമ്മർദ്ദം കാരണം പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ലീഗ് അവരുടെ സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകാം തിരുവമ്പാടിയിലെ എന്നുള്ള കാര്യത്തിൽ സമ്മതം അറിയിച്ചു കഴിഞ്ഞു, ധാരണയായി കഴിഞ്ഞു, കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ മറുവശത്ത് ലീഗിന് നൽകേണ്ട സീറ്റ്, പട്ടാമ്പിയിലെ സീറ്റ് നൽകാൻ അവിടെ അനുവാദം കിട്ടുന്നില്ല. അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം അവിടെ നേരത്തെ തന്നെ പാർട്ടി വിട്ടുപോയി പിന്നീട് പാർട്ടിയിൽ തിരിച്ചെത്തിയ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFനെ പട്ടാമ്പിയിൽ വിജയത്തിലെത്തിച്ച TP ഷാജിക്ക് വേണ്ടി പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ അവിടെ വലിയ സമ്മർദ്ദം ചെലുത്തുന്നതുകൊണ്ട് സീറ്റ് നൽകാനാവില്ല എന്നൊരു നിലപാടാണ് പ്രാദേശികമായിട്ട് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഒരു സമ്മർദ്ദം അതിജീവിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ഇനി ഒരു സീറ്റ് മാറ്റ ചർച്ചകളിൽ മറ്റ് ജില്ലകളിലെ ഏതെങ്കിലും, തിരുവമ്പാടി കോഴിക്കോട് ജില്ലയാണ്, അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏതെങ്കിലും സീറ്റ് ലീഗിന് നൽകാനുള്ള ആലോചനകളും ഒരു പ്ലാൻ B എന്ന തരത്തിൽ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും മലപ്പുറം ജില്ലയിൽ തവനൂർ സീറ്റിനെ ചൊല്ലിയുള്ള തലവേദന തീരുന്നില്ല. ഇവിടെ രണ്ട് ഓപ്ഷനാണ് നേരത്തെ പറഞ്ഞതുപോലെ. ഒന്ന്, തിരുവമ്പാടിയിലേക്ക് VS ജോയ് മത്സരിച്ചാൽ പകരം ഇവിടെ തവനൂരിൽ മത്സരിക്കാൻ സന്ദീപ് വാര്യർ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. സന്ദീപ് വാര്യരെ മത്സരിപ്പിക്കുന്നതിനെതിരെ വലിയ സമ്മർദ്ദവുമായി PT അജയ് മോഹൻ അവിടെ മത്സരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ സന്ദീപ് വാര്യർക്ക് സീറ്റ് കൊടുക്കുക എന്നുള്ളത് നേരത്തെ KPCC ആലോചിച്ച ഒരു കാര്യമാണെന്ന് പറയുമ്പോഴും പ്രാദേശികമായി PT അജയ് മോഹൻ ഉയർത്തുന്ന സമ്മർദ്ദം അത് ഏത് തരത്തിൽ അത് പരിഹരിക്കുമെന്നുള്ള ചോദ്യമാണ് അവിടെ ഉയരുന്നത്. മുമ്പ് 2 തവണ അജയ് മോഹൻ മത്സരിച്ചിട്ടുണ്ട് പൊന്നാനിയിൽ, അന്ന് വിജയം കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇത്തവണ പൊന്നാനിയിൽ KP നൗഷാദ് അലി സ്ഥാനാർത്ഥിത്വം ഏകദേശം ഉറപ്പിച്ച സാഹചര്യത്തിൽ അവിടെ തവനൂർ, തൊട്ടടുത്തുള്ള മണ്ഡലമായ തവനൂരിൽ സീറ്റ് വേണമെന്നൊരാവശ്യം അജയ് മോഹൻ നേരത്തെ ഉന്നയിച്ചതാണ്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇതിൽ വരുന്നത്, VS ജോയി തവനൂരിലേക്ക് വരികയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ ജനറൽ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദു സ്ഥാനാർത്ഥികൾ ആരും ഉണ്ടാകില്ല എന്നൊരു പ്രചരണവും തുടങ്ങിയിട്ടുണ്ട്. അതും ഒരു തരത്തിൽ എങ്ങനെ ഇതിനെ പരിഹരിക്കാൻ കോൺഗ്രസ് നേതൃത്വം എന്ത് നടപടിയെടുക്കും എന്നല്ല. അപ്പോൾ പകരം അവർ പറയുന്നത്, നമ്മൾ സംസ്ഥാനമാകെ കണക്കാക്കിയിട്ട് നോക്കുമ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല, ഒരു ജില്ല മാത്രം കണക്കാക്കി നോക്കിയാൽ ഇത്തരം പല പ്രശ്നങ്ങളും ഉണ്ടാകും. വയനാട് ഉദാഹരണമായിട്ട് അവർ എടുത്തു കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല തലവേദനകൾ UDFനെ സംബന്ധിച്ച് ഈ തിരുവമ്പാടി തവനൂർ സീറ്റ് വെച്ചും പട്ടാമ്പി സീറ്റ് വെച്ചു മാറ്റവും തവനൂരിലെ സ്ഥാനാർത്ഥികളുമായി ഇപ്പോഴും പരിഹരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ UDFന്റെ സിറ്റിംഗ് സീറ്റുകളല്ല ഈ മൂന്നും എന്നിരിക്കലും ഇത് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ UDFനെ സംബന്ധിച്ച് മലബാറിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഒരു തലവേദനയായിട്ട് തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. തീർച്ചയായും CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.